മിശിഹായിൽ സ്നേഹം നിറഞ്ഞ കുഞ്ഞനുജന്മാരെ അനുജത്തിമാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സുവിശേഷത്തെ ദാഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് കരുതാൻ പറ്റും. എല്ലാവർക്കും ദാഹമാണ്. ഈശോയ്ക്ക് ദാഹം, അതുകൊണ്ടാണല്ലോ ആ കിണറിൻ്റെ അടുത്ത് പോയിരിക്കുക. ഈശോയുടെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്കും ദാഹം, അതുകൊണ്ട് അവർ ഗുരുവിൻ്റെ ഒപ്പം പോയിരിക്കുക. സമരിയാക്കാരി സ്ത്രീക്ക് ദാഹം, അവൾ കുടവുമായിട്ട് വെള്ളം കോരാൻ വന്നേക്കുക. അവളുടെ കൂടെയുള്ള കുറേ ചേട്ടന്മാർക്കും ദാഹം, അതുകൊണ്ടാണല്ലോ അവളുടെ പുറകെ നടക്കുക. അങ്ങനെ ദാഹിക്കുന്ന എല്ലാവരും കൂടി ഈ സുവിശേഷത്തിൻ്റെ അവസാനത്തെ ഫ്രെയിമിൽ ഒന്നിച്ചു വരികയാണ്. ആരും വെള്ളം കുടിക്കണില്ല, എല്ലാവരുടെയും ദാഹം മാറുന്നുമുണ്ട്. അപ്പം ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലേ, നമ്മുടെ സമരിയാക്കാരി സ്ത്രീ, അവൾ ആ ഗ്രാമത്തിലൊരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള സെലിബ്രിറ്റി ഒന്നുമല്ല കേട്ടാ. അവൾക്ക് മുമ്പ് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള ആൾ ഭർത്താവുമല്ല. അപ്പം ഇച്ചിരി മോശമായിട്ട് ജീവിക്കണ ഒരു സെലിബ്രിറ്റി. പക്ഷെ ആൾക്കാരൊക്കെ അവളുടെ കൂടെയാണേ. അതുകൊണ്ടാണല്ലോ അവൾ വിളിക്കുമ്പോൾ തന്നെ നാട്ടുകാരൊക്കെ കൂടി ഈശോയെ കാണാനായിട്ട് പുറകെ വരണത്. അങ്ങനെ അവള് പതിവ് പോലെ ഇച്ചിരി വെള്ളമൊക്കെ കോരാന്ന് വിചാരിച്ച് കിണറിൻ്റെ അടുത്ത് വന്നപ്പോൾ ദേ ഇരിക്കണ് അവളുടെ ഗ്രാമത്തിലൊന്നും കാണാത്ത പോലത്തെ ഒരു നല്ല ചെറുപ്പക്കാരൻ. നമ്മൾ KGF സിനിമയിലൊക്കെ പറയണ പോലെ അവളൊന്ന് വല വീശി നോക്കി. അവരുടെ നാട്ടിലുള്ള പരൽ മീനുകളെയൊക്കെയാണ് വല വീശിയിട്ടുള്ളേ. ഇവള് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല കൊള്ളാം. പക്ഷെ അവൾക്കറിയില്ലായിരുന്നു അവൾ ചൂണ്ടിയിട്ടതേ ഒരു സ്രാഗിനാണെന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ആ സംഭാഷണം കഴിയുമ്പോൾ അവളുടെ വലയിൽ ഈശോ വീഴുന്നില്ല, മറിച്ച് ഈശോയുടെ വലയിലേക്ക് അവൾ വീഴുകയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു സംഭാഷണത്തിന് ശേഷം അവൾ മാനസാന്തരപ്പെടുന്നതും അവൾ ഈശോയുടെ സ്വന്തമായി തീരുന്നതുമാണ് സുവിശേഷത്തിൽ നമ്മൾ ആകെ മൊത്തത്തിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുക. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സന്ദേശം എന്താണെന്നറിയാമോ? ഏതെങ്കിലും കിണറിൻ്റെ വക്കത്തോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു കോണിൽ ഈശോ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാൻ ഒരു സംഭാഷണം മതിയെന്നേ, മാറ്റം ഉണ്ടാവും. ജീവിതം മാറി മറിയും. ഈശോയുമായിട്ടുള്ള സംഭാഷണത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ ജീവിതം മാറി മറിയും. ഈശോ നമ്മളിൽ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു സംഭാഷണം ഉണ്ടായി. ഈ കഴിഞ്ഞ ജനുവരി 2-ാം തീയതി എനിക്ക് പട്ടം കിട്ടിയിട്ട് 10 വർഷമായി. അങ്ങനെ ഈ 10 വർഷമായി കഴിഞ്ഞതിന് ശേഷമായി എല്ലാവരും കുറേ പേരൊക്കെ എന്നെ വിളിച്ച് വിഷ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ വിഷ് ചെയ്ത സമയത്ത് ഒരു വൈകുന്നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു കുട്ടി, അവളുടെ പേര് അന്ന എന്നാണ്. ഞാൻ മുമ്പ് സേവനം ചെയ്ത മേലൂർ ഇടവകയിൽ അവളുടെ വീട്. അവൾ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ ഈ 10 വർഷമായി അച്ഛൻ പട്ടം കിട്ടിയിട്ട്? അതെ, 10 വർഷമായി. അച്ഛന് എന്തൊക്കെ വളർച്ചകളാണ് ഉണ്ടായത് ഈ 10 വർഷം കൊണ്ട്? ഞാനപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു, കുറേ വളർച്ച ഉണ്ടായിടി. ഒന്നാമത്തെ വളർച്ച, പട്ടം കിട്ടുമ്പോൾ ഞാൻ 59 കിലോയാണ് ഉണ്ടായത്. ഇപ്പം ഞാൻ 69 കിലോയായി, 10 കിലോ കൂടി. പട്ടം കിട്ടുമ്പോൾ എനിക്ക് 27 വയസ്സായിരുന്നു, ഇപ്പം 10 വയസ്സ് കൂടി 37 വയസ്സായി. പിന്നെ പട്ടം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇപ്പോൾ പേടിയൊക്കെ മാറി, ധൈര്യമായി. പിന്നെ പട്ടം കിട്ടുമ്പോൾ എനിക്ക് ഇങ്ങനെ പ്രസംഗമൊക്കെ പറയുമ്പോൾ കൈകാലൊക്കെ വിറയ്ക്കുമായിരുന്നു, ഇപ്പോൾ വേറെയൊക്കെ മാറി. പിന്നെ ഞാൻ കുറച്ചും കൂടി മിടുക്കനായെന്നാണ് തോന്നണത്. അപ്പം അവൾ എന്നോട് പറഞ്ഞു, അച്ഛ ഇങ്ങനെയുള്ള അലക്കുലത്ത് വളർച്ചയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അച്ഛനുണ്ടായ ഒരു ആത്മീയമായ വളർച്ച, ഈശോയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ എന്ത് വളർച്ചയാണ് അച്ഛനുണ്ടായത്? അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എടി ഒരു സെമിനാരിയിൽ ആത്മീയ പിതാവിനോടാണോ ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുക, ആത്മീയ വളർച്ചയെക്കുറിച്ചൊക്കെ? ഇതെന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷെ ആ ചോദ്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. 10 വർഷം കൊണ്ട് എനിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഈശോയുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ എന്ത് വളർച്ചയാണ് ഉണ്ടായത്? പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എനിക്ക് തോന്നുക നമ്മളെല്ലാവരും ആത്മീയമായിട്ടൊന്ന് ചിന്തിക്കണം. കൂട്ടുകാരൊക്കെ കൊച്ചുങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കണം, ഈശോയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ എന്ത് വളർച്ചയാണ് ഉണ്ടായത്? അതുവരെ ഈശോയെ കാണാത്തൊരു സമരിയാക്കാരി സ്ത്രീ ഈശോൻ്റെ അടുത്ത് വന്നു. ആ സംഭാഷണത്തിൻ്റെ ഒടുവിൽ അവൾക്കുണ്ടായ മാറ്റം കണ്ട. അതുവരെ ഈശോയെ കാണാത്ത അവള് ഈശോയുടെ പ്രേക്ഷിതയായി, ഒരു വിശുദ്ധയായി. ഈശോ ദാഹിച്ച് കിണറിൻ്റെ അടുത്ത് വന്നു. ഈശോയുടെ ദാഹം എന്തായിരുന്നു? സുവിശേഷം പ്രഘോഷിച്ച് ക്ഷീണിച്ചപ്പോഴാണ് ഈശോ വെള്ളം കുടിക്കാൻ വന്നത്. അവളുടെ ദാഹം പാപം ചെയ്ത് ക്ഷീണിച്ചപ്പോഴാണ് അവൾ വരിക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദാഹം ഉണ്ടാകണം കേട്ടോ. ദാഹമില്ലാത്തൊരു മനുഷ്യരല്ല.
പക്ഷെ നമ്മുടെ ദാഹം ഈശോയുടെ ദാഹമായിരിക്കണം. ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ടേ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ അർത്ഥം ഉണ്ടാകുക. ആ ദാഹമാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. ഓരോ വർഷം കഴിയുന്തോറും ഈശോയോട് കൂടുതൽ അടുക്കാൻ, ഈശോയോടുള്ള ബന്ധത്തിൽ ആഴപ്പെടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഓരോ വർഷമല്ല കേട്ടാ, ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ മണിക്കൂർ കഴിയുന്തോറും, ഓരോ മിനിറ്റ് കഴിയുന്തോറും ഈശോയോടുള്ള ബന്ധത്തിൽ എനിക്ക് വളരാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമരിയാക്കാരി സ്ത്രീയെ കാത്ത് ഈശോ ആ കിണറിൻ്റെ കരയിലിരുന്നു. അവൾ ഈശോയോട് മിണ്ടാൻ തയ്യാറായി. ജീവിതം മാറുകയാണ്. നമ്മളെയും കാത്ത് ഓരോ ദിവസവും ഈശോ പലയിടങ്ങളിൽ ഇരിപ്പുണ്ട്. പള്ളിയിലായിരിക്കാം, പ്രാർത്ഥനാ മുറിയിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സ്റ്റഡി റൂമിലായിരിക്കാം, നമ്മൾ സ്കൂളിലായിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ ഈശോ ഇരിപ്പുണ്ട്. ഈശോയെ കണ്ട് മിണ്ടി ജീവിതത്തെ മനോഹരമാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.